ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രപ്രിയ. കാർ അല്പം മുന്നോട്ട് സഞ്ചരിച്ചിട്ടും മുഖം തെളിച്ചമില്ലാതിരിക്കുന്നവൻ്റെ മുഖത്തേക്ക് കാശി നോക്കി. എന്താ കാശി നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? കൺമണിയെ ഓർത്തിട്ടാണോ? ആ കുട്ടി ശരിക്കും പാവാണ് കേട്ടോ. നിന്റെ ഭാഗ്യമാണ് കൺമണി. അത്രയും നിഷ്കളങ്കതയുണ്ട് അതിൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും. പെട്ടെന്നാണ് കാശിക്ക് സ്വബോധം വന്നത്. വിശ്വം കാർ നിർത്തൂ. എന്താടാ, എന്ത് പറ്റി? അല്ലടാ, ഞാൻ എൻ്റെ മൊബൈൽ മറന്നു. അത്രേ ഉള്ളൂ, നമുക്ക് പോയി എടുക്കാം. കാശി സീറ്റിൽ ചാരിയിരുന്നു. പെട്ടെന്ന് കൺമണി അങ്ങനെ ചോദിച്ചപ്പോൾ ഒരു വേള ഗൗരിയെ ഓർത്തുപോയി. ആ പാവം ഇപ്പോൾ സങ്കടപ്പെടുന്നുണ്ടാവും. കാശി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും അമ്മയും അമ്മാവനും ഉമ്മറത്തുണ്ട്. എന്താ കുട്ടാ, എന്താ തിരികെ വന്നത്? ഞാൻ ഫോൺ മറന്നു അമ്മാമ്മേ. എന്നാലും യാത്ര പുറപ്പെട്ട് പകുതിയിൽ വെച്ച് തിരികെ വന്നത് ശുഭലക്ഷണം അല്ല. ഇന്നിനി യാത്ര വേണ്ട കുട്ടി, അമ്മാമ്മ പറയുമ്പോൾ വിശ്വം അടുത്തേക്ക് വന്നു. എന്താ അമ്മാമ്മ പറയുന്നത്? യാത്ര തുടങ്ങി പകുതിക്ക് വെച്ച് വന്നതുകൊണ്ട് ഇന്നിനി യാത്ര വേണ്ടെന്നാണ് അമ്മ പറയുന്നത്. എന്തോ എനിക്കും തീരെ ഉഷാറില്ല. നമുക്ക് നാളെ ആക്കാം തിരിച്ചുപോക്ക്. വിശ്വം കൂടി പറഞ്ഞപ്പോൾ പിന്നെ കാശിക്ക് സമാധാനമായി. എന്നാൽ മോളോട് പോയി പറയൂ, നീ പോയപ്പോൾ മുറിയിലേക്ക് കയറിപ്പോയതാണ്. കാശി സ്റ്റെയർ കയറി റൂമിലേക്ക് പോയി. മുറി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കണ്ടു കാശിയുടെ ഷർട്ട് മുഖം അമർത്തി പിടിച്ച് കിടക്കുന്നവളെ. കണ്ണേ കേട്ടപ്പോളെ ചാടി എടീറ്റു. പോയില്ലേ കാശിയേട്ടാ? കണ്ണുകൾ വിടർന്നു പെണ്ണിൻ്റെ. എൻ്റെ കണ്ണൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പോകാൻ പറ്റുമോ? അവളുടെ അടുത്തിരുന്ന് നിറയെ മണിയുള്ള പാദസരത്തിൽ വിരലോടിച്ചു കാശി. വേണ്ട, ഞാൻ കാശിയേട്ടനോട് പിണക്കാണ്. കാശിയേട്ടൻ എന്നെ ഇഷ്ടമല്ല, അതല്ലേ? ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ തിരികെ വന്നത്. പോണില്ലേ കാശിയേട്ടാ? ഇന്നില്ല, നാളെ. ഇന്ന് മുഴുവൻ ഞാൻ എൻ്റെ കണ്ണനെ സ്നേഹിക്കാൻ പോവാണ്. കാശി കൺമണിയുടെ അടുത്ത് നീങ്ങി ഹെഡ് റെസ്റ്റിൽ ചാരിയിരുന്ന് കൺമണിയെ അവൻ്റെ മടിയിലിരുത്തി. എന്നോട് ദേഷ്യമുണ്ടോ കണ്ണാ നിനക്ക്? പിന്നെന്തിനാ കരഞ്ഞേ? കാശിയേട്ടൻ മുത്തം തരാതെ പോയതിന്. പെട്ടെന്ന് അങ്ങനെ നീ ചോദിച്ചപ്പോൾ ഗൗരി ചേച്ചിയെ ഓർമ്മ വന്നോ കാശിയേട്ടാ? നിനക്ക് വിഷമം തോന്നിയോ? സാരമില്ല, നിന്റെ കാശിയേട്ടനല്ലേ. അവളുടെ ചുണ്ടുകൂർപ്പിച്ചുള്ള പറച്ചിൽ കേട്ടപ്പോൾ കാശിക്ക് വാത്സല്യം തോന്നി. എന്തിനാ കണ്ണാ എന്നെ നീ ഇങ്ങനെ സ്നേഹിക്കുന്നേ? കാശിയേട്ടനെ അത്ര ഇഷ്ടമായിട്ട്? അച്ഛനെ, അമ്മയെ, രാഗിണി ചേച്ചിയെ ഇഷ്ടവാ, പിന്നെ വിശ്വേട്ടനെ. കാശി ഒറ്റ പുരുകം ഉയർത്തിയും താഴ്ത്തിയും അവളെ നോക്കി. വിശ്വേട്ടൻ എൻ്റെ കുട്ടേട്ടനെ പോലെയാണ്. പക്ഷേ ജയശ്രീ ചേച്ചി കുട്ടേട്ടനെ വഴക്ക് പറയും. ആ കൊതിച്ചി അഞ്ജലി ജയശ്രീ ചേച്ചിയെ പോലെയാ. കണ്ണേ വാ തോരാതെ വർത്തമാനം പറയുവാണിപ്പോൾ. അത് രാധയെ കടന്ന് അമ്മിണി പശുവിൽ വരെ എത്തി നിൽക്കുവാണ്. നേരത്തെ ചോദിച്ചത് വേണ്ടേ? കാശി ചോദിക്കുമ്പോൾ ആ സംസാരം സ്വിച്ചിട്ടതുപോലെ നിന്നു. കാശിയേട്ടന് സങ്കടമായി. പിന്നെയും എന്നോട് മിണ്ടാതെ പോയാലോ? അതുകൊണ്ട് വേണ്ട, വേണം. കാശി കൺമണിയുടെ വലത് കവിളിൽ ചുണ്ടു ചേർത്തു. അപ്പോഴേക്കും അവൾ ഇടത് കവിളും കാട്ടിക്കൊടുത്തു. കാശി ഇടത് കവിളിലും ചുംബിച്ചു, പിന്നെ നെറ്റിയിലും കണ്ണിലും, ഒടുവിൽ അവളുടെ മൂക്കുത്തിയിലും വരെ അമർത്തി ചുംബിച്ചു. മതിയോ? അപ്പോൾ എനിക്കില്ലേ കണ്ണാ? കാശിയുടെ ചോദ്യം കേട്ടപ്പോൾ കൺമണി വായ പൊതിഞ്ഞു പിടിച്ച് ചിരിച്ചുകൊണ്ട് കാശിയുടെ കഴുത്തിൽ മുഖം ചേർത്ത് പിടിച്ചു. അതേ കാശിയേട്ടാ, എനിക്ക് നാണം വരുവാ. അതെങ്ങനെയാ എൻ്റെ കണ്ണേ? നിനക്ക് നാണമുണ്ടോ? പെട്ടെന്ന് കാശിയുടെ ചോദ്യം കേട്ടപ്പോൾ കൺമണിയുടെ മുഖം പൊത്തിവെച്ചു. അന്ന് ഞാൻ കണ്ടതാണല്ലോ എൻ്റെ കണ്ണനെ. കൺമണിയുടെ കണ്ണിപ്പോൾ പുറത്ത് ചാടുമെന്ന മട്ടിലാണ്. ഞാൻ ആരോടും പറയില്ല പോരെ. പോ, ഞാൻ മിണ്ടില്ല. അങ്ങനെ പിണങ്ങിയാൽ എങ്ങനെയാ? ഞാൻ ചോദിച്ചത് കൂടെ തരാവോ? കാശിയുടെ കവിളിൽ കൺമണി അമർത്തി ചുംബിച്ചു. കാശി കണ്ണടച്ചിരുന്ന് ആ ചുംബനം സ്വീകരിച്ചു. കാശിയുടെ അടുത്ത കവിളിലും കണ്ണിലും നെറ്റിയിലും കൺമണി ചുണ്ടു ചേർത്തു. കാശി ആ ചുംബനങ്ങളെല്ലാം കണ്ണുമടച്ചിരുന്ന് സ്വീകരിച്ചു, അത്രയും പ്രണയത്തോടെ. പിന്നെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? താഴെ പോകണ്ടേ? അമ്മാവനും അമ്മയും നോക്കിയിരിക്കും. ഇത്തിരി കൂടെ ഇങ്ങനെ ഇരുന്നിട്ട് പോകാം. അതേ കാശിയേട്ടാ, രാധ പറയും കല്യാണം കഴിക്കുന്നത് സുഖമാണെന്ന്. അതെന്താന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്? ഇതുപോലെ കാശിയേട്ടൻ്റെ മടിയിലിരിക്കാം, കാശിയേട്ടൻ എന്നെ എടുത്ത് നടക്കും. ഇതൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും അല്ലേ ചെയ്യുന്നേ. അതിൽ പിന്നെ നമ്മളെ കല്യാണം കഴിക്കുന്ന ആളും. അതുകൊണ്ടാണ് രാധ പറഞ്ഞേ, ഇനി ചെല്ലുമ്പോൾ അവളോട് പറയണം കല്യാണം കഴിച്ചാൽ സുഖമാണെന്ന്. എൻ്റെ കണ്ണാ, ഇനി പോകുമ്പോൾ രാധയോട് പറയാൻ ഞാൻ വേറെ കുറേ വിശേഷങ്ങൾ കാണിച്ചും പറഞ്ഞു തരാം. കാശി അവളുടെ ധാവണിയുടെ ഇടയിലൂടെ കൈ വയറിൽ അമർത്തി ഇക്കിളിയാക്കി. കൺമണി കൂടുകൂടെ ചിരിച്ചു. കാശിയേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? വഴക്ക് പറയുമോ? ഇല്ല, പറഞ്ഞോ. എനിക്ക് അമ്മയെ കാണാൻ തോന്നുന്നു. വൈകുന്നേരം നമുക്ക് അമ്മയെ കാണാൻ പോകാം. അപ്പോൾ ഫോൺ കൊടുക്കാം. പിന്നെ എപ്പോഴും കണ്ണന് അമ്മയെ വിളിക്കാമല്ലോ. ശരി, പക്ഷേ ഇന്ന് തന്നെ തിരികെ വരണം. എനിക്ക് നാളെ പോകാനുള്ളതാണ്.
വേണമെങ്കിൽ അമ്മയെ കൂടെ ഇങ്ങോട്ട് കൂട്ടാം. എന്താ? അമ്മ അമ്മിണിയെ വിട്ട് വരില്ല. എന്നാൽ ആദ്യം നമുക്ക് അമ്മിണിയെ കൊണ്ടുവരാടോ. അപ്പോൾ പിന്നാലെ അമ്മയും വരും. സത്യം, പിന്നെ സത്യം. ആ പൊട്ടി പെണ്ണ് കാശിയുടെ ഇടനെഞ്ചിൽ നിറഞ്ഞു നിന്നു. അത്രയും പ്രണയത്തോടെ, വാത്സല്യത്തോടെ. ഞാൻ പോയാലും സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കും. ഫോൺ കയ്യിൽ തന്നെ വെച്ചേക്കണം. എനിക്ക് കണ്ണനെ കാണാൻ അത്രയും കൊതി തോന്നുമ്പോൾ ഞാൻ വീഡിയോ കോൾ വിളിക്കും. വെയിലും കൊണ്ട് പറമ്പിൽ നടക്കരുത്, പനി മാറിയതേ ഉള്ളൂ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. തല കുലിക്കാൽ പോരാ, അനുസരിക്കണം. ഞാനും വരട്ടെ കാശിയേട്ടാ? എനിക്ക് കാശിയേട്ടൻ ഇല്ലാണ്ട് പറ്റില്ല. ഇപ്പോൾ ഒരുപാട് തിരക്കുണ്ട് കണ്ണാ. എൻ്റെ കൂടെ വന്നാലും എനിക്ക് നിന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതല്ലേ ഞാൻ കൂടെ കൂട്ടാത്തത്. എനിക്ക് സങ്കടം വരുവാ കാശിയേട്ടാ. പോട്ടെ, ഞാൻ പോയിട്ട് വേഗം വരാം. എന്നിട്ട് കണ്ണനെ വീട്ടിൽ പോയി അമ്മയെയും അമ്മിണിയെയും ഇവിടെ കൂട്ടി വന്ന് അടിച്ചു പൊളിക്കാം. പോരെ? അത് മതി. എത്തി കാശിയുടെ കവിളിൽ ഉമ്മ വെച്ചു. താടിക്കിടയിലൂടെ വിരൽ കൊഴുത്തു. പതിയെ മുന്നിലേക്ക് വലിച്ചു. ഇത്രയും താടി വേണ്ട, ഇത്തിരി കൂടെ കുറച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഇത്രയും താടിയും മീശയുള്ളപ്പോൾ കാശിയേട്ടൻ്റെ ചുണ്ട് കാണാൻ പറ്റണില്ല. അവൻ്റെ ചുണ്ടിലും ഏന്തി വലിഞ്ഞ് ചുണ്ടു ചേർത്തു കൺമണി. കാശി ശ്വാസമെടുക്കാൻ മറന്നിരുന്നു. ഈശ്വര, ഇവൾ എന്നെ കൊണ്ട് അക്രമം കാട്ടിക്കും. ഡിഗ്രിയൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പക്വതയൊക്കെ വിചാരിച്ചു. ഇതിപ്പോൾ പീഡനത്തിനകത്താക്കും ഇവളെന്നെ. അവളെ മടിയിൽ നിന്നും ഇറക്കി ബെഡിലിരുത്തി. എൻ്റെ കണ്ണാ, നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കല്ലേ. കാശിക്ക് അവളോട് അടങ്ങാത്ത പ്രണയം തോന്നി. കണ്ണേ, നിനക്ക് ഗൗരി ആരാണെന്നറിയാമോ? കാശിയുടെ ആ ചോദ്യം കേട്ടപ്പോൾ കൺമണി അവൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ്റെ മോൾ. എൻ്റെ ആരാണെന്നറിയാമോ? മുറപ്പെണ്ണ്. കാശി അവളെ നെഞ്ചിൽ ചായച്ച് കിടത്തി. അവളുടെ മാറടം അവൻ്റെ നെഞ്ചിൽ അമർന്നിട്ടും കാശിക്ക് അവളോട് വാത്സല്യത്തിൽ പൊതിഞ്ഞ സ്നേഹമാണ് തോന്നിയത്. അമ്മയും അച്ഛനും പറഞ്ഞു കാശിയേട്ടൻ ആ ചേച്ചിയെ ഒത്തിരി ഇഷ്ടമാണെന്ന്. പോയോട്ടെ കാശിയേട്ടാ, ഈശ്വരൻ ഏറ്റവും ഇഷ്ടമുള്ളവരെയാണ് വേഗം വിളിക്കുന്നേ. ഗൗരി ചേച്ചി അത്രയേ ഇഷ്ടമായിട്ടാവും. സങ്കടപ്പെടേണ്ട കേട്ടോ. തന്നെ ഇത്രയും കൂളായി ആരും ആശ്വസിപ്പിച്ചില്ലെന്ന് കാശി ഓർത്തു. എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ കണ്ണേ? ഇല്ല. പെണ്ണ് കാണാൻ വന്നപ്പോൾ കാശിയേട്ടൻ എന്നെ നോക്കാതിരുന്നപ്പോൾ സങ്കടം വന്നു. അപ്പോൾ രാധ പറഞ്ഞു എന്തെങ്കിലും കുഴപ്പം കാണും, അതാണ് എന്നെ കല്യാണം കഴിക്കുന്നതെന്ന്. അത് കേട്ടപ്പോൾ സങ്കടം വന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു. ആ സങ്കടമൊക്കെ മാറി. ഡിഗ്രി കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ പഠിക്കാൻ പോകാത്തേ? അമ്മയുടെ പിന്നെ പഠിപ്പിക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട്. പിന്നെ എനിക്ക് കമ്പ്യൂട്ടർ അറിയാൻ കാശിയേട്ടാ. ടൈപ്പ് പഠിക്കാൻ പോയപ്പോൾ അവിടെ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു. അവിടുത്തെ സാറിനോട് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചതാ. 3 മാസം പഠിച്ചു. സാർ ഫീസ് വേണ്ടാന്ന് പറഞ്ഞു. എന്തോ വലിയ രഹസ്യം പോലെ പറഞ്ഞു കൺമണി. സാറിന് എന്നെ കാണുമ്പോൾ മോളെ പോലെ തോന്നുമെന്ന്. ഇങ്ങനെ ഇരുന്നാൽ മതിയോ? കഴിക്കണ്ടേ? വിശക്കുന്നു. കാശിയേട്ടാ, ഇവിടെ കുളമുണ്ടോ? ഉണ്ടല്ലോ. എനിക്ക് നീന്താൻ അറിയാം. എനിക്ക് കുളത്തിൽ കുളിക്കണം. ഇപ്പോൾ വേണ്ട കണ്ണാ. ഞാൻ ബാംഗ്ലൂർ പോയി വന്നിട്ട് കുളത്തിൽ കൊണ്ടുപോകാം. അതുവരെ ആ ഭാഗത്തേക്ക് പോകരുത്, സത്യം ചെയ്തേ. കാശി കൈ നീട്ടുമ്പോൾ കൺമണി അവളുടെ കൈ അതിൽ ചേർത്ത് വെച്ചു. ഞാൻ മേല് കുളിച്ചിട്ട് വരാം. കാശിയേട്ടാ, വേഗം വരണേ. കാശി റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. കൺമണി ഉടുത്തു മാറാനുള്ളത് എടുത്തുകൊണ്ട് നേരെ കുളിമുറിയിൽ കയറി. വൈറ്റ് ടീഷർട്ടും റെഡ് മിടിയുമായിരുന്നു വേഷം. മുടി മുഴുവൻ പിന്നിലേക്ക് അമ്മക്കെട്ട് കെട്ടിവെച്ചിട്ടുണ്ട്. രാത്രിയിൽ ചപ്പാത്തിയും വെജ് കറിയുമായിരുന്നു. നാളെ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞേ മടക്കമുള്ളൂ കുട്ടാ. മോളെ കൂടെ കൂട്ടാൻ പറ്റില്ലേ? ഇല്ല മാമ്മേ, കാശിയേട്ടൻ ഒരുപാട് തിരക്കുണ്ട്. അപ്പോൾ എന്നെ കൂടെ കൂട്ടാൻ പറ്റില്ല. കാശിയേട്ടൻ വന്നിട്ട് ഞങ്ങൾ അമ്മയെ കാണാൻ പോകും. അപ്പോൾ അമ്മിണിയെ ഇവിടെ കൊണ്ടുവരും. കാശിയേട്ടൻ ഇത്തിരി കൂടി താടിയും മുടിയും വെട്ടിച്ചാൽ നല്ല ഭംഗിയുണ്ടാവില്ലേ അമ്മേ? എന്ത് ഭംഗിയാ. അപ്പോഴേക്കും കാശി കൺമണിയുടെ ഇടുപ്പിൽ പിച്ചി. എന്താ മോളെ, എന്ത് പറ്റി? ഏയ് ഒന്നുമില്ല അച്ഛാ. നാവിൽ പല്ല് കടിച്ചു. കാശിയെ കൂർപ്പിച്ചു നോക്കി കൺമണി. വിശ്വം കാശിയെ നോക്കി ചിരി ഒതുക്കി. കഴിച്ചു കഴിഞ്ഞ് കൺമണി അമ്മാമ്മയുടെ മുറിയിലേക്ക് പോകുന്നത് കണ്ടതും കാശി അവളെ ഇടുപ്പിലൂടെ തൂക്കിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി ബെഡിൽ കൊണ്ടിട്ടു. എളിയിൽ കയ്യും കുത്തി നിന്നു. എന്തേ കാശിയേട്ടാ? എൻ്റെ കണ്ണാ, നീ എൻ്റെ മാനം കപ്പൽ കയറ്റുമോ? എന്താ? അതെ, നമ്മൾ രണ്ടുപേരും കൂടി സംസാരിക്കുന്നതൊന്നും ആരും ഇരിക്കുമ്പോൾ പറയല്ലേ. ഞാനത് ഓർക്കാതെ പറഞ്ഞതാ. ഇനി ഓർക്കണം കേട്ടോ. ഇല്ല, ഇപ്പോൾ അത്യാവശ്യമായിട്ട് അമ്മയുടെ റൂമിൽ പോയത് എന്തിനാ? അതോ, നമ്മൾ കള്ളം പറയാൻ പാടില്ലല്ലോ. നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാൻ പോയതാ. അപ്പോഴേക്കും കാശി ഗൗരവത്തിൽ നോക്കി. ഇനി പറയില്ല. നമുക്ക് കുറച്ചു നേരം പുറത്തു പോയി ഇരിക്കാവോ കാശിയേട്ടാ? എവിടെ? ആ മാവിൻ്റെ അപ്പുറത്ത് ചെമ്പക മരച്ചോട്ടിൽ. കാശിയുടെ മുഖമുരുണ്ടു. അത് വേണ്ട കണ്ണേ. അവിടെയാണ് ഗൗരി. വേണം. നമ്മളെ ഒരുമിച്ച് കാണാൻ ചേച്ചിക്ക് ആഗ്രഹം കാണും. ഒരു വട്ടം മതി. പിന്നെ ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. പോകാം കാശിയേട്ടാ.
ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി കാശി അവളെയും കൂട്ടി ചെമ്പകമരച്ചോട്ടിലേക്ക് പോയി. തുടരും രുദ്രപ്രിയ.